അസ്സലാമു അലൈക്കും. ഉമ്മ കിച്ചണിക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ മക്കളും വരിട്ടോ. നമ്മൾ ഇടിച്ചക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോണേ. അപ്പം മഞ്ഞളും ഉപ്പും തിരുമ്പിയിട്ട് ഇടിച്ചക്ക പൊരിച്ച് കോരി നമുക്ക് പാകത്തെ മൂപ്പിൽ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫുള്ളും പൊരിച്ച് കോരി എടുക്കുക. മഞ്ഞളും ഉപ്പും ഇതല്ല തിരുമ്പി വെച്ചതാണ്. ഇത് നമുക്ക് പൊരിച്ച് കോരി എടുക്കുക. ഒരു കയ്യിലിങ്ങനെ ഫോണ് പിടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഉലുവയും കടുക് ഇട്ടിട്ടുണ്ട്. നമ്മൾ ചക്ക പൊരിച്ച് കോരിയ ഇതാണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പിട്ട് പൊരിച്ച് കോരിയ എണ്ണയ്ക്ക് ഇതാണ്ട ഉലുവയും കടുക് ഇട്ടിട്ടുണ്ട്. നമുക്ക് അച്ചാറും കൂടി ഇടണം അതിട്ട്. ആദ്യം ഉലുവയും കടുകും പൊട്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. കടുവും ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. വേണ്ട അപ്പോൾ പൊട്ടൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അച്ചാറും പൊടി ഇട്ട് കൊടുക്കാം. അച്ചാറും പൊടി ഇല്ലെങ്കിൽ നമുക്ക് കായപ്പൊടി മുളകും പൊടി ഇട്ട് കൊടുത്താൽ മതി. കൂടി ഇട്ട് കൊടുക്കുക. നമുക്കിതേക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അത് സുർക്കട പുളി ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഉപ്പ് നമ്മൾ ചക്ക പൊരിച്ചപ്പോൾ അതിലിട്ടേക്കണ്. ഉണ്ടോ ഇല്ലേ നോക്കിയിട്ട് നമുക്ക് അപ്പം ഇടാം. അപ്പോൾ സുർക്ക നല്ല തിളക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പൊരിച്ച് കോരി ഇടിച്ചക്ക ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ വെളിച്ചെണ്ണയിലിട്ടേക്കണം. അപ്പോൾ നമുക്ക് ഗൾഫൊക്കെ ഉണ്ടാവാൻ അതേമാതിരി പാത്തക്കാനൊക്കെ ആണെങ്കിൽ നല്ലെണ്ണയിലിടുക. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. നമ്മൾ ഇടിച്ചക്ക പൊരിച്ച് കോരിയ എണ്ണയിൽ തന്നെയാണ് നമ്മൾ എന്തിട്ട് കടുവും ഇതൊക്കെ പൊട്ടിച്ച്. അച്ചാർ കാണാൻ തന്നെ നല്ല മുഞ്ചുണ്ട് അല്ലേ? എന്താ കാണാൻ തന്നെ നല്ല മുഞ്ചുണ്ട്. അപ്പോൾ കഴിക്കാനും നല്ല മുഞ്ചുണ്ടാവും. അപ്പം ഉമ്മാൻ്റെ കുട്ടികളെല്ലാം വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളെ ചക്ക അച്ചാർ റെഡിയാണ്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എല്ലാം പേസ്റ്റാക്കി അരച്ചാൽ മതി. അരക്കുമ്പോൾ തന്നെ 2 തണ്ടോ 3 തണ്ടോ 4 തണ്ടൊക്കെ വേപ്പിൻ്റെ ഇലയും കൂട്ടി അരക്കുക. മറ്റേ നമ്മൾ വേപ്പിൻ്റെ ഇല പച്ചമുളകൊക്കെ അതിൻ്റെ കൂടെ അരക്കുക. അതൊക്കെ നമുക്ക് എന്താ പറയുക, മസാല ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അച്ചാർ റെഡി ആയിരിക്കുന്നു കേട്ടോ. ഉമ്മാൻ്റെ മക്കളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലിട്ടിരിക്കണേ. ഗൾഫ് കൊടുത്തേക്കാനാണെങ്കിൽ നല്ല എണ്ണയിൽ ഇട്ടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. വെറും മഞ്ഞളും ഉപ്പും തിരുമ്പി പൊരിച്ചെടുത്താൽ മതി ചക്ക. എല്ലാ മക്കളും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.